ബിസിനസിന്റെ വളർച്ചയിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അഥവാ സാമ്പത്തിക അച്ചടക്കത്തിന്റെ പങ്ക്. എല്ലാ ബിസിനസ് സംരംഭങ്ങളിലും, പ്രത്യേകിച്ച് മൈക്രോ ബിസിനസ് സംരംഭങ്ങളിൽ ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയാണ് നമ്മൾ ഊന്നി പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായ ഒരു സാമ്പത്തിക അച്ചടക്കം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് കൊണ്ടുവരാൻ പാലിക്കേണ്ടത് എന്നതാണ് ഈ എപ്പിസോഡിനകത്ത് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ബഡ്ജറ്റിംഗ് എന്നുള്ളതാണ്. കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ ബിസിനസ്സിലേക്ക് എത്ര പണം കൊണ്ടുവരണം, ആ പണം ബിസിനസ്സിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ബിൽഡിങ്ങിന് എത്ര വേണം, റോ മെറ്റീരിയൽസിന് എത്ര വേണം, ഡേ ടു ഡേ ഓപ്പറേഷൻസിന് എത്ര വേണം, അതേപോലെ എത്ര രൂപയുടെ സെയിൽസ് അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ നമ്മൾ നടത്തണം, എത്ര സെയിൽസ് നടത്തണം, അതിന് എത്ര അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാകുകയും ഈ ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് കരുതിയാൽ നമ്മൾക്ക് കൊണ്ടുവരേണ്ട കാശും പണവും അതേപോലെ തന്നെ ബിസിനസ്സിലൂടെ സെയിൽസിലൂടെ നമുക്ക് വരേണ്ട ക്യാഷും മണിയും കൃത്യമായി മനസ്സിലാക്കാനും അതിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മളുടെ ചെലവുകളെയും നമ്മളുടെ വരവുകളെയും കൃത്യമായി എത്തിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക മൈക്രോ സംരംഭങ്ങളും മിസ് ചെയ്യുന്ന ഒരു പോയിന്റാണിത്. കാരണം പല കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് എമർജൻസീസ് ഒരു പക്ഷേ വരാം. അത് പ്രകൃതിക്ഷോഭം മൂലമാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ആക്സിഡൻസ് ആവാം. അതായത് പ്ലാന്റിനോ മെഷീനറിക്കോ, ഇനി അതല്ലെങ്കിൽ റോ മെറ്റീരിയലിന് സ്കേഴ്സിറ്റി വരുന്നതോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നമ്മുടെ പ്ലാന്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളോ, ഇൻ കേസ് അല്ലെങ്കിൽ നമുക്കോ നമ്മളുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയയിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻസ് സ്വാഭാവികമായും നമ്മളുടെ ഓൺ മണിയിൽ നിന്ന് അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ റണ്ണിങ് എക്സ്പെൻസിൽ നിന്ന് എടുത്ത് ചിലവഴിക്കേണ്ട സാഹചര്യം വരും. അത് അപകടകരമാണ്, ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷൻസെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മണി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക നീക്കിയിരിപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം, നമ്മളുടെ പേഴ്സണൽ ഫിനാൻസും അഥവാ പേഴ്സണൽ അക്കൗണ്ട്സും ബിസിനസ് ഫിനാൻസ് അഥവാ ബിസിനസ് അക്കൗണ്ട്സും രണ്ട് സെപ്പറേറ്റായി സൂക്ഷിക്കുക. സെപ്പറേറ്റ് അക്കൗണ്ട്സുകൾ ഉണ്ടായിരിക്കുക. ഒരേ അക്കൗണ്ടിൽ നിന്ന് ബിസിനസ്സിനും പേഴ്സണൽ കാര്യങ്ങൾക്കും പണം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്ന പണം പേഴ്സണൽ അക്കൗണ്ട്സിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി കണക്ക് വെക്കാനും കൃത്യമായി മോണിറ്റർ ചെയ്യാനും കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ അക്കൗണ്ടിങ്സും ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റവും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡെപ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കടം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു പക്ഷേ കടം വാങ്ങുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല. കടം വാങ്ങുകയും കടം നൽകുകയും ഒക്കെ ചെയ്യേണ്ടി വരും ഒരു ബിസിനസ് ആകുന്ന സമയത്ത്. പക്ഷേ ബിസിനസ്സിൻ്റെ കടം എന്ന് പറയുന്നത് നമ്മൾ ലോൺ എടുക്കുകയോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ബോറോ ചെയ്യുകയോ ചെയ്യുന്ന മണി അത് എത്രത്തോളം നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുണ്ട്, എത്ര പലിശ വരെ അതിനാവാം എന്നൊക്കെയുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. ഡെപ്റ്റ് മാനേജ്മെൻറ്റ് രണ്ടാമത്തെ സൈഡിലുമുണ്ട്. നമ്മൾ പണം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ കടം കൊടുക്കുകയാണെങ്കിൽ എത്ര വരെ കൊടുക്കാം, ആ കടം കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ കടം കൊടുക്കുന്ന എമൗണ്ട് എത്ര കാലം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടണം, ഏത് സമയം വരെ നമ്മൾ ലിമിറ്റ് വെക്കാം എന്നൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെൻസ് ട്രാക്കിംഗ് ആണ്. എക്സ്പെൻസ് ട്രാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒത്തിരി മൈക്രോ സംരംഭങ്ങളെ നേരിട്ട് അവരുടെ ബിസിനസ്സിനകത്ത് ഇടപെട്ട് പരിചയമുള്ളത് കൊണ്ട് പറയുന്നു, എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ട്രാക്ക് ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടും. കൃത്യമായ റെസിപ്റ്റ് വൗച്ചർ സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉണ്ടാവണം. പലപ്പോഴും സിംഗിൾ ഓണർ ബിസിനസ്സിനകത്ത് സംഭവിക്കുക, എക്സ്പെൻസൊക്കെ ചെയ്യും, അക്കൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കാം എന്ന് കരുതി മാറ്റിവെക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇത് മറന്നുപോകും, അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആവില്ല, അക്കൗണ്ട് ചെയ്യാൻ വിട്ടുപോകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ എക്സ്പെൻസ് വലിയ രൂപത്തിൽ പോകും. അപ്പോൾ ഓരോ ഏരിയക്കകത്തും എത്ര എക്സ്പെൻസ് ചെയ്യാമെന്ന് നേരത്തെ നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഏരിയക്കകത്തും എത്ര
ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നേരത്തെ നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്പെൻസും ഇൻകവും വരവും ക്യാഷിൻ്റെ ഫ്ലോ ഉൾപ്പെടെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി അതിന് വിശദീകരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ബിസിനസ്സിനകത്തേക്ക് വരേണ്ട ക്യാഷ് അത് കൃത്യസമയത്ത് വരാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ ഇൻവോയ്സസ് റേസ് ചെയ്യുന്നതായാലും ആ ഇൻവോയ്സിനെ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായി പേയ്മെൻറ്റ് ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള സമയത്ത് കൊണ്ടുവരുന്നതായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ഒരു ലേസിനെസ് കാണിക്കുന്നതായി പ്രത്യേകിച്ച് മൈക്രോ സംരംഭങ്ങളുടെ കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് കൃത്യമായി ബിസിനസ്സിനകത്തേക്ക് വരേണ്ട ക്യാഷ് ഫ്ലോ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഔട്ട്സൈഡ് ക്യാഷ് ഫ്ലോവിനെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോൺ റീപേയ്മെൻറ്റിനെ, അതിൻ്റെ ഇൻട്രസ്റ്റിനെ ഒക്കെ അത് ബാധിക്കുന്ന രൂപത്തിലേക്ക് വരും. അതുകൊണ്ട് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ശ്രദ്ധയാണ്. അതായത് ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ നല്ല രൂപത്തിൽ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലോ, ഇനി അതല്ലെങ്കിൽ ഈ ബിസിനസ് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് മറ്റ് ബിസിനസ് മേഖലയ്ക്കകത്തോ അതല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൻ്റെ സ്കെയിലപ്പിന് വേണ്ടിയോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്വന്തം ബിസിനസ് നിലനിൽക്കുന്ന ബിസിനസ് നടത്തുന്ന ബിസിനസ്സിൻ്റെ സ്കെയിലപ്പിന് വേണ്ടി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു ബിസിനസ് സാധ്യത കണ്ട് അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന സാധ്യത കണ്ട് ഇതിൽ നിന്നെടുക്കുന്ന പ്രോഫിറ്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയെ സംബന്ധിച്ച് ഡൗട്ട് വരുന്ന സമയത്ത്, മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച്, സസ്റ്റൈനബിലിറ്റിയെ സംബന്ധിച്ച് ഡൗട്ട് വരുന്ന സമയത്ത് മറ്റൊരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ആയാലും നിങ്ങൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ തീരുമാനത്തിൻ്റെയും പിന്നിൽ വളരെ കൃത്യമായ ഗൃഹപാഠം ചെയ്തിരിക്കണം. അതിൻ്റെ സാധ്യതകൾ, ചലഞ്ചസുകൾ, പോസിബിലിറ്റീസ്, അതേപോലെ തന്നെ ചലഞ്ചസുകളൊക്കെ നിങ്ങൾ കൃത്യമായി റിവ്യൂ ചെയ്ത് ഒരു കാൽക്കുലേഷൻ്റെ ബേസിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാ മൈക്രോ സംരംഭകരോടും, അത് പൊതുവിൽ ബിസിനസ് സംരംഭകരോട് എനിക്ക് പറയാൻ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളതാണ്. കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച്, ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ നിലവിലുള്ള ലീഗൽ ഫ്രെയിം വർക്കിനകത്ത്, GST ഒക്കെ പോലെയുള്ള ടാക്സേഷൻ നിയമങ്ങൾക്കകത്ത് ഒക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക. ആ ധാരണ ഉണ്ടായിരിക്കേണ്ടത് നമ്മൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ബിസിനസ്സിനകത്ത് കൊണ്ടുവരാൻ കഴിയും. അതല്ലെങ്കിൽ ബിസിനസ് മറ്റൊരു വഴിക്ക് പോവുകയും നമ്മൾക്ക് ബിസിനസ് പോകുന്നതിൻ്റെ വഴിയിൽ കൃത്യമായി ഫോളോ ചെയ്യാനും ആ ബിസിനസ്സിനെ ലീഡ് ചെയ്യാനും കഴിയാതെ പോകും. ഫിനാൻഷ്യൽ കൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതേപോലെ ക്യാഷ് ഫ്ലോ, ക്യാഷ് ബുക്ക്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്, ഫിനാൻസിങ്, അതുപോലെയുള്ള ബേസിക് തിങ്സിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം. അത് പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഫിനാൻസ് കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുക. മറ്റൊന്ന്, റെഗുലർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിവ്യൂ അവിടെ നടത്തുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഓഡിറ്റേഴ്സിനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതല്ലെങ്കിൽ 1-2 ലെവലിലുള്ള, ഒന്നിലധികം ലെവലിലുള്ള ചെക്കിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ബിസിനസ്സിനകത്ത് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഒരു തീരുമാനിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ഗോളിലേക്ക്, അതായത് ഒരു ബിസിനസ് സ്ഥാപിക്കുന്ന സമയത്ത് ആ ബിസിനസ് ഏത് സമയത്ത് ഏത് പൊസിഷനിലെത്തണം എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവും. ആ ധാരണയിലേക്ക് എങ്ങനെയാണ് ഇതെത്തുന്നത്, എവിടെയാണ് വീഴ്ചകൾ, എവിടെയാണ് എക്സ്പെൻസ് കൂടുന്നത്, എവിടെയാണ് എക്സ്പെൻസ് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുന്നത്, എവിടെയാണ് നമുക്ക് ഇൻകം കൂട്ടാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള കൃത്യമായ ഫിനാൻഷ്യൽ റിവ്യൂ നടത്തി കിട്ടുന്ന ഇൻസൈറ്റ്സുകൾ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉപയോഗിക്കാൻ കഴിയണം. അവസാനമായി ടാക്സേഷൻ. ഞാൻ നേരത്തെ പരാമർശിച്ചു, GST ഉൾപ്പെടെ നിരവധി തരത്തിലുള്ള ടാക്സേഷൻ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. ലോക്കൽ ടാക്സ് ഉണ്ടാവും, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ടാക്സുകൾ നമ്മൾ നൽകാൻ ബാധ്യസ്ഥരാണ്. പല മൈക്രോ സംരംഭകരും ഈ ടാക്സിൻ്റെ കാര്യത്തിൽ കാര്യമായ ഗൗരവം കൊടുക്കുകയോ ശ്രദ്ധ കൊടുക്കുകയോ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നൊരു പ്രശ്നം വലിയ പെനാൽറ്റി അല്ലെങ്കിൽ മറ്റ് ലീഗൽ ആക്ഷൻസ് നേരിടേണ്ടി വരും. അതൊരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിന് തന്നെ താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നുള്ളത് ഏതൊരു സംരംഭത്തിനും, പ്രത്യേകിച്ച് മൈക്രോ സംരംഭത്തിൻ്റെ സക്സസ്സിന് അനിവാര്യമായ കാര്യമാണ്. അത് വളരെ കൃത്യമായി ചെയ്യുന്നു എന്ന് ഓരോ മൈക്രോ സംരംഭകനും ഉറപ്പുവരുത്തുക.
പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദിസ് ഈസ് സുഭാഷ് വിത്ത് യു ഫ്രം റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.